ഹലോ, പത്തരമാറ്റിൻ്റെ പുതിയൊരു വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ആദർശ് ഭക്ഷണമൊന്നും കഴിക്കാതെ എഴുന്നേറ്റ് പോകുന്നുണ്ട്. ഇവൻ എന്തു പറ്റി എന്ന ഭാവത്തിൽ ദേവയാനി നയനയെ നോക്കുന്നുണ്ട്. അന്നേരം നയന പറയുന്നുണ്ട്, രാവിലെ മുതൽ ആദർശേട്ടൻ ഇങ്ങനെ തന്നെയാണ്. ആദർശേട്ടൻ്റെ മനസ്സിൽ എന്തോ വലിയൊരു ടെൻഷനുണ്ട്. അപ്പോൾ ദേവയാനി പറയുന്നുണ്ട്, അത് എന്താണെന്ന് മോള് ചോദിച്ച് മനസ്സിലാക്കണം. അങ്ങനെ ആദർശ് നയനയും ഓഫീസിലേക്ക് പുറപ്പെടാൻ നോക്കുന്നുണ്ട്. അപ്പോൾ ദേവയാനി ചന്തുമോളോട് പറയുന്നുണ്ട്, മോളെ അങ്കിളിന് ടാറ്റ പറ. അന്നേരം മോള് മനസ്സിൽ ഇങ്ങനെ വിചാരിക്കുന്നു, അങ്കിളല്ല, ഇതെൻ്റെ അച്ഛനാണ്. എന്നിട്ട് മോളത് പുറത്തൊന്നും പറയുന്നില്ല കേട്ടോ. എന്നിട്ട് മോള് ടാറ്റ പറയുന്നുണ്ട്. ആദർശ് പക്ഷെ നല്ല ഗൗരവത്തിൽ തന്നെയാണ്. അത് കണ്ട് ദേവയാനി പറയുന്നുണ്ട്, എടാ മോള് ടാറ്റ പറഞ്ഞാൽ നിനക്ക് തിരിച്ച് ടാറ്റ പറഞ്ഞുകൂടെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. മനസ്സ് കലങ്ങി മറിഞ്ഞു നിൽക്കുന്ന സമയത്ത് ആദർശിന് ടാറ്റയും വേണ്ട, ഭക്ഷണവും വേണ്ട. അങ്ങനത്തെ ഒരു മാനസികാവസ്ഥയിലാണ് നമ്മുടെ ആദർശ് ഉള്ളത്. അങ്ങനെ അവർ കാറിൽ കയറി യാത്രയാവുന്നുണ്ട്. ഏതായാലും ആദർശിന് ഡ്രൈവിങ്ങിലുള്ള ശ്രദ്ധയൊക്കെ നഷ്ടപ്പെട്ടിട്ടുള്ള ഒരവസ്ഥയിലാണുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു ബൈക്കിന് കൊണ്ടുപോയി ഇടിക്കാൻ നോക്കുന്നുണ്ട്. പെട്ടെന്ന് ബ്രേക്ക് ഇട്ടതുകൊണ്ട് രക്ഷപ്പെട്ടു. എന്നിട്ട് ബൈക്കുകാരൻ ചീത്ത പറയുന്നുണ്ട്, എവിടെ നോക്കിയാടാ വണ്ടി ഓടിക്കുന്നേ? നയനയും ചോദിക്കുന്നുണ്ട്, എന്താ ആദർശേട്ടായി കാണിക്കുന്നേ? പക്ഷെ ആദർശ് വിട്ടുകൊടുക്കുന്നൊന്നുമില്ല. ഡ്രൈവ് ചെയ്യുമ്പോൾ ചിലപ്പോൾ അങ്ങനെയൊക്കെ സംഭവിക്കും, ഇതൊന്നും വലിയ പ്രശ്നമാക്കണ്ട. അപ്പോഴേക്കും ആദർശിന് ശ്വാസം മുട്ടൽ അനുഭവപ്പെടുന്നുണ്ട്. നയന ഇൻഹേലർ എടുത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, നമുക്കൊന്ന് ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറെ കാണിച്ച് വരാം ആദർശേട്ടാ. അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, അതൊന്നും വേണ്ട, ഇതൊക്കെ എനിക്ക് ചെറിയ വയസ്സിൽ തന്നെ ഉള്ളതല്ലേ. പിന്നെ കാണിക്കുന്നത് ജലജയാണ്. ജലജ ജാനകിയോട് പറയുന്നുണ്ട്, അല്ലെങ്കിൽ തന്നെ സ്വത്ത് ഭാഗം വെക്കുമ്പോൾ എന്ത് കിട്ടുമെന്ന ചിന്തയായിരുന്നു എനിക്ക്. അപ്പോഴാണ് ഒരെണ്ണത്തെ കൂട്ടി വന്നിരിക്കുന്നത്. ഇനി അതിനും കൊടുക്കേണ്ടേ സ്വത്ത്? ഏതാണ് ഈ കൊച്ച്? ഇന്ന് വരെ ഇങ്ങനെ ഒരു കൊച്ചിനെ പറ്റി പറയുന്നത് കേട്ടിട്ടില്ലല്ലോ. അപ്പോൾ അനാമിക പറയുന്നുണ്ട്, അനാഥ കൊച്ചാണെങ്കിൽ ഏതെങ്കിലും അനാഥാലയത്തിൽ കൊണ്ടുവിട്ടാൽ പോരായിരുന്നു, എന്തിനാ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത്? അപ്പോൾ ജലജ പറയുന്നുണ്ട്, വയസ്സാം കാലത്ത് ഓരോ കോപ്രായങ്ങൾ. അന്നേരം ജാനകി പറയുന്നുണ്ട്, ഞങ്ങളെക്കാൾ ഇതൊക്കെ ചോദിക്കാനുള്ള അധികാരം നിനക്കുണ്ടല്ലോ, നീ പോയി ഒന്ന് ചോദിച്ചു നോക്ക് ഏതാ ഈ കുഞ്ഞ് എന്ന്. അപ്പോൾ ജലജ, ശരി, മുഖത്ത് നോക്കി ഒന്ന് ആട്ടിയാലും സാരമില്ല, നമുക്ക് കിട്ടാനുള്ളത് എന്തെങ്കിലും അതിനിടയിൽ കിട്ടിയാലോ, അതുകൊണ്ടൊന്ന് ചോദിച്ചു വരാമെന്നും പറഞ്ഞ് ജലജ പോകുന്നുണ്ട്. അതിലിടയ്ക്ക് അനാമിക ചോദിക്കുന്നുണ്ട് ജാനകിയോട്, ഈ വീട്ടിലുള്ള ആരുടെയെങ്കിലും കുട്ടിയാണോ ഇത്? അതും തള്ളിക്കളയാൻ പറ്റില്ല. അങ്ങനെ ജലജ മുത്തശ്ശൻ്റെയും മുത്തശ്ശിയുടെയും റൂമിൽ എത്തുന്നുണ്ട്. അവിടെ മുത്തശ്ശി മാത്രമാണ് ഉള്ളത്. എന്നിട്ട് മുത്തശ്ശിയോട് പറയുന്നുണ്ട്, അച്ഛൻ ഇങ്ങനെ ഏതോ ഒരു കുഞ്ഞിനെയും എടുത്ത് ഇവിടെ ഇങ്ങനെ വളർത്തുന്നത് അതൊക്കെ മോശമല്ലേ അമ്മേ? അന്നേരം മുത്തശ്ശി പറയുന്നുണ്ട്, നിൻ്റെ അച്ഛൻ ചെയ്യാൻ പാടില്ലാത്ത ഒരു കാര്യവും ചെയ്യില്ല, അതെനിക്ക് നല്ല ബോധ്യമുള്ള കാര്യമാണ്. എന്നിട്ട് പിന്നെയും ജലജ പറയുന്നുണ്ട്, അല്ല അമ്മേ, അച്ഛൻ പണ്ട് കാശി രാമേശ്വരം ആ ഭാഗത്തൊക്കെ പോകാറുള്ളതല്ലേ, ഇനി അച്ഛൻ എന്തെങ്കിലും അബദ്ധം പറ്റിക്കാണുമോ അമ്മേ? ഏതായാലും ജലജ അത് പറഞ്ഞു തീരും മുമ്പേ മുത്തശ്ശി ജലജയുടെ കാരണം പുകച്ചൊന്ന് കൊടുത്തു. എന്നിട്ട് മുത്തശ്ശി പറയുന്നുണ്ട്, എന്നോട് പറഞ്ഞതിരിക്കട്ടെ, അദ്ദേഹം കേൾക്കെ ഇങ്ങനെ എങ്ങാനും പറഞ്ഞാലുണ്ടല്ലോ നിന്റെ കഴുത്തിന് പിടിച്ച് ഞെക്കി കൊല്ലും നിന്നെ. അപ്പോഴേക്കും അത് കേട്ടുകൊണ്ട് തന്നെ മുത്തശ്ശൻ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. എന്നിട്ട് മുത്തശ്ശൻ പറയുന്നുണ്ട്, ഓ, സംസാരം ഇപ്പോൾ ഈ വഴിക്കൊക്കെ ആയോ? ഈ പ്രായത്തിൽ എനിക്ക് 5 വയസ്സുള്ള മകളുണ്ടെന്ന ഇവളുടെ ചോദ്യമല്ലേ? എന്നിട്ട് മുത്തശ്ശൻ പറയുന്നുണ്ട്, എടി, എനിക്ക് ജീവിതത്തിൽ ഒറ്റൊരു അബദ്ധം മാത്രമേ പറ്റിയിട്ടുള്ളൂ. ആരോരുമില്ലാത്ത അനാഥയായി പോകേണ്ടിയിരുന്ന നിന്നെ എടുത്തു വളർത്തിയെന്ന ഒരു തെറ്റ്. അതുകൊണ്ടെന്താ, നീയും നിൻ്റെ മോനുമാണ് ഈ വീട് നശിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്. അന്നേരം ജലജ പറയുന്നുണ്ട്, അച്ഛാ, ഞാൻ അച്ഛനെ കുറ്റപ്പെടുത്തിയതല്ല. അപ്പോൾ മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട്, പിന്നെ നീ എന്താണ് പറഞ്ഞത്? നീ ഇവിടെ പറഞ്ഞത് പുറത്തുപോയി പറഞ്ഞാലും എനിക്കൊരു കുഴപ്പവുമില്ല, എന്നെ അറിയുന്ന ആരും ഇതൊന്നും വിശ്വസിക്കാനും പോകുന്നില്ല. അന്നേരം മുത്തശ്ശി പറയുന്നുണ്ട്, എടി, ഞാൻ ഇപ്പോൾ നിൻ്റെ കരണത്തടിച്ചില്ലേ, അത് മാഞ്ഞു പോകും, പക്ഷേ നീ പറഞ്ഞ വാക്കുകളില്ലേ, അതൊരിക്കലും മാഞ്ഞു പോകില്ല. മുത്തശ്ശനും പറയുന്നുണ്ട്, വാളിനേക്കാൾ മൂർച്ചയുണ്ടാകും ചില വാക്കുകൾക്ക്, അത് ഏൽപ്പിക്കുന്ന മുറിവ് ഒരു കാലത്ത് ഹൃദയത്തിൽ നിന്നും മാഞ്ഞു പോകാതെ നിൽക്കും, അതുകൊണ്ട് പറയേണ്ടതേ പറയാകൂ. അന്നേരം ജലജ പറയുന്നുണ്ട്, സോറി അച്ഛാ, ഒന്നും മനസ്സിൽ വെക്കരുത്. അപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, നീ പറയുന്നതൊന്നും അല്ലെങ്കിൽ ഞങ്ങൾ മനസ്സിൽ വെക്കാറില്ല. നല്ല പ്രായത്തിൽ അവൾക്ക് നല്ലൊരു ബന്ധം ഉണ്ടാക്കി കൊടുത്തു, എന്നിട്ട് അവനെയും കളഞ്ഞ് മോനെയും ചീത്തയാക്കി വളർത്തുകയും ചെയ്തു. നീ നിന്നെയല്ലാതെ മറ്റാരെങ്കിലും സ്നേഹിച്ചിട്ടുണ്ടോടി? എന്നിട്ട് മുത്തശ്ശൻ പറയുന്നുണ്ട്, ഞാൻ ഇവൾക്ക് വളർത്തച്ഛനായിരുന്നില്ല, സ്വന്തം അച്ഛൻ തന്നെയായിരുന്നു. എന്നിട്ടും അച്ഛനെ തന്നെ സംശയിച്ച ഇവൾ പിന്നെ ആരെയാണ് സംശയിക്കാതിരിക്കുക? ഇവൾക്ക് ദൈവത്തിനെ പോലും സംശയമായിരിക്കും. പിന്നെ ജലജ വീണ്ടും സോറിയൊക്കെ പറയുന്നുണ്ട്. ഒരബദ്ധമൊക്കെ ആർക്കും പറ്റില്ലേ അച്ഛാ, സോറി എന്നും വീണ്ടും പറഞ്ഞിട്ട് അവിടെ നിന്ന് മെല്ലനെ പോകുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത്
അനിയെയാണ്. അനി ഇങ്ങനെ നന്ദുവിനെ ഫോൺ വിളിക്കുന്നുണ്ട്. പക്ഷെ നന്ദു ഫോൺ എടുക്കുന്നൊന്നുമില്ല. അതുകൊണ്ട് വല്ലാത്ത നിരാശയിലാണ് അനി. അതിനുശേഷം കാണിക്കുന്നത് നന്ദുവിൻ്റെ ട്രെയിനിങ് ക്യാമ്പാണ്. അവിടെ പുതിയൊരു ട്രെയിനറൊക്കെ എത്തിയിട്ടുണ്ട്. അയാൾക്ക് നന്ദു ഗുഡ് മോർണിംഗ് പറയുന്നുണ്ട്. അപ്പോൾ അയാൾ ചോദിക്കുന്നുണ്ട്, ഗുഡ് മോർണിംഗ് പറയാൻ ഞാൻ പറഞ്ഞോ, എന്താ നിൻ്റെ പേര്? നന്ദന എന്ന് പറയുന്നുണ്ട് നന്ദു. അപ്പോൾ അയാളിങ്ങനെ മനസ്സിൽ പറയുന്നുണ്ട്, അറിയാൻ വേണ്ടി നിന്നെപ്പറ്റി വേണു കുറേ കഥകൾ നിന്നെപ്പറ്റി പറഞ്ഞു തന്നിട്ടുണ്ട് എന്നിങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, നിന്നെ നന്ദു എന്നാണോ വീട്ടിൽ വിളിക്കുന്നത് അല്ലേ? അപ്പോൾ നന്ദു ചോദിക്കുന്നുണ്ട്, ഓ അത് സാറിന് എങ്ങനെ അറിയാം? അന്നേരം അയാൾ പറയുന്നുണ്ട്, ഇങ്ങോട്ട് ചോദ്യങ്ങളൊന്നും വേണ്ട, നന്ദന എന്ന് പേരുള്ള കുട്ടിയെ നന്ദു എന്ന് ചുരുക്കി വിളിക്കുമെന്ന് ഏത് കോമൺ സെൻസ് ഉള്ള ആർക്കും മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. എന്നിട്ട് എല്ലാവരുടെയും പേര് പറയാൻ ആവശ്യപ്പെടുന്നുണ്ട്. അങ്ങനെ എല്ലാവരും പേര് പറയുന്നുണ്ട്. എന്നിട്ട് സാറിൻ്റെ പേരും പറയുന്നുണ്ട്. എൻ്റെ പേര് മധുസൂദനൻ എന്നാണ്. ഞാൻ എല്ലാവരെയും ഒന്നിച്ച് ട്രെയിൻ ചെയ്യിപ്പിക്കില്ല. ആദ്യം ഓരോരുത്തരെയായിട്ടായിരിക്കും ട്രെയിൻ ചെയ്യിപ്പിക്കുക. അപ്പോഴാണ് ഓരോ കുട്ടികളുടെ കാലിബർ എന്താണെന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിയും. അതാണ് എൻ്റെ ഒരു രീതി. എന്നിട്ട് നന്ദുവിനോട് പുഷപ്പ് ചെയ്യാൻ പറയുന്നുണ്ട്. മറ്റുള്ള കുട്ടികളോടെല്ലാം വാമപ്പ് ചെയ്യാനും പറയുന്നുണ്ട്. നന്ദുവിനെ അയാൾ മാക്സിമം പുഷപ്പ് ചെയ്യിപ്പിച്ച് വശം കെടുത്തുന്നുണ്ട്. അതും പോരാഞ്ഞിട്ട് 3 റൗണ്ട് ഓടിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. നന്ദുവിൻ്റെ ഫ്രണ്ട് ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, വന്നതും ഇയാൾ നന്ദുവിനെയാണല്ലോ നോട്ടമിട്ടിരിക്കുന്നത്. പിന്നീട് മധുസൂദനൻ വേണുവിനെ വിളിക്കുന്നുണ്ട്. വേണു പറയുന്നുണ്ട്, പോലീസ് യൂണിഫോമിൽ വരാൻ കൊതിച്ച അവൾ ഇവിടേക്ക് വരുമ്പോൾ യൂണിഫോം ഇല്ലാതെയാണ് വരേണ്ടത്. അന്നേരം മധുസൂദനൻ പറയുന്നുണ്ട്, അത് ഞാൻ ഏറ്റു. ക്രിമിനൽ ഉള്ളവർ പോലീസാവുന്നത് എനിക്കും ഇഷ്ടമല്ല. അതുകൊണ്ട് ഞാനിവിടെ ഉള്ളിടത്തോളം കാലം അവളെ അതിന് ഞാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞ് ഫോൺ വയ്ക്കുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് വേണുവിൻ്റെ വീടാണ്. അയാൾ രേവതിയോടും അനാമികയോടും പറയുന്നുണ്ട്, ഏതായാലും ആ മധുസൂദനൻ്റെ രക്തം ഞാൻ ചൂട് പിടിപ്പിച്ച് വെച്ചിട്ടുണ്ട്. അവൾ ക്രിമിനൽ മൈൻഡുള്ള പെണ്ണാണെന്നും എൻ്റെ മകളുടെ ജീവിതം താറുമാറാക്കാൻ ശ്രമിക്കുന്നവളാണെന്നൊക്കെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അയാളത്ര കുഴപ്പക്കാരനൊന്നുമല്ല, എന്നാൽ കുഴപ്പം പിടിച്ചവർക്ക് അയാൾ കുഴപ്പക്കാരനാണ്. അന്നേരം അനാമിക പറയുന്നുണ്ട്, അവളെ ഇട്ട് കഷ്ടപ്പെടുത്തുന്നത് കാണാൻ ആഗ്രഹമുണ്ട്, നമുക്കൊന്ന് അവിടം വരെ പോയാലോ അച്ഛാ? അപ്പോൾ രേവതി പറയുന്നുണ്ട്, അതൊന്നും വേണ്ട മോളെ, ഇതിന് പിന്നിൽ നമ്മളാണെന്ന് ആരും അറിയണ്ട. പിന്നെ അനാമിക പറയുന്നുണ്ട്, എന്നാൽ അവളെ കഷ്ടപ്പെടുത്തുന്ന വീഡിയോ എങ്കിലും ആ സാറിനോട് അയച്ചു തരാൻ പറ. ശരി, അത് ഞാൻ നോക്കട്ടെ എന്ന് പറയുന്നുണ്ട് വേണു. ഇതും കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡിൻ്റെ കഥ ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ്, ലൈക്ക് ചെയ്യാൻ മറക്കരുതേ. താങ്ക്സ് ഫോർ വാച്ചിങ്.